ഹായ് ഹലോ, പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമുക്ക് 3 കേക്കാണ് അടുത്ത ദിവസമായിട്ട് കൊടുക്കാനുള്ളത്. ഒരു ടോൾ കേക്കും, പിന്നെ ഒരു 2 ടയർ കേക്കും, പിന്നെ നോർമൽ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ 1 kg വെയിറ്റ് വരുന്ന ടോൾ കേക്കാണേ. അപ്പോൾ അത് നമ്മൾ എല്ലാ കേക്കും നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, തലേന്ന് തന്നെ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 ടയർ കേക്കാണ് കേട്ടോ. മുകളിലും താഴെയുള്ള കേക്കും 2 കേക്കും നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ബാക്കി ഡെക്കറേഷൻസൊക്കെ നമ്മൾ പിറ്റേ ദിവസമാണ് ചെയ്യുക കേട്ടോ. കാരണം ഈ 2 ടയർ കേക്ക് നമുക്ക് ഈവനിങ്ങിലേക്കുള്ള കേക്കാണ്, നൈറ്റിലാണ് കേട്ടോ ബർത്ത്ഡേ പ്രോഗ്രാം. സോ നമുക്ക് വൈകിട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ വൈറ്റ് ക്രീം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ കേക്കിൽ എയർ ബബിൾസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ കേക്ക് നമ്മൾ 7 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 2.5 കിലോ കേക്ക് ഉണ്ട് കേട്ടോ. കേക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ദിവസമായിട്ട് രാവിലെയാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു കേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ടിൻസിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡൽ തന്നെയാണ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ബേബീൻ്റെ ഡ്രസ്സ് ഒരു വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷെയ്ഡിലുള്ള ബോൾസ് ഇല്ലാത്തതുകൊണ്ട് സിൽവർ വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു കേക്ക് അവരോട് വന്നിട്ട് പിക്ക് ചെയ്തു. പിന്നെയാണ് നമുക്ക് ഈ ഒരു കേക്ക് കൊടുക്കാനുള്ളത്. ഈ ഒരു കേക്ക് നമ്മൾ എടുത്ത് വൈറ്റ് പിങ്ക് തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഹൈറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹൈറ്റിൽ ചെയ്തതാണേ. പക്ഷേ ഇത്രയും ഹൈറ്റ് ആവുമെന്ന് 2 ടയർ കയറ്റി വെച്ചപ്പോഴാണ് കേട്ടോ ഇത്രയും ഹൈറ്റുള്ളത് നമുക്ക് മനസ്സിലായത്. പിന്നെ തോന്നി വേണ്ടില്ലായിരുന്നു എന്നായിപ്പോയി. കാരണം ഡെലിവറി അത്രയും റിസ്ക് ആവുമെന്ന് ഉറപ്പായിരുന്നു. പിന്നെ അവർ വന്നിട്ട് കേക്ക് ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്യുക ചെയ്തത് കേട്ടോ. വലിയ പ്രശ്നമില്ലെങ്കിലും ചെറിയൊരു ചെരിവ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം റോഡ് ഭയങ്കര മോശമായിരുന്നു. ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശമായിരുന്നു കേട്ടോ. അപ്പോൾ റോഡ് പണി നടക്കണൊക്കെ ഒരു സമയമായിരുന്നു. അപ്പോൾ നമ്മളെ പ്രശ്നമല്ല, ഓട്ടോയിൽ പോകുമ്പോൾ പ്രത്യേകിച്ചും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ പോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേക്ക് നമ്മൾ ഡെലിവർ ചെയ്തു. ആ ഒരു 2 ടയർ കേക്കിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണേ. ഈ ഒരു കേക്ക് ഉച്ച ടൈമിലാണ് കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓട്ടോയിൽ കൊടുത്തേക്കാണ് ചെയ്തത് കേട്ടോ. ഇത് കസ്റ്റമർ പറഞ്ഞ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേബീൻ്റെ ഡ്രസ്സ് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മാച്ചായിട്ട് നമ്മൾ സിൽവർ ഫോയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അധികേറും ഗോൾഡനാണ് വെച്ച് കൊടുക്കാറ്. വല്ലപ്പോഴാണ് കേട്ടോ നമുക്ക് സിൽവർ വെക്കാൻ പറയാറ്. അപ്പോൾ നമ്മൾ സിൽവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കളേഴ്സിന് മാച്ചായിട്ടുള്ള ഫോക്സ് ബോൾസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രീന് നമുക്ക് അപ്പോൾ സത്യത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ ഒരുപാട് ഷോപ്പിൽ അന്വേഷിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഗ്രീന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എപ്പോഴും അങ്ങനെ വരുന്ന കളറല്ലാത്തതുകൊണ്ട് ഞാനിവിടെ സ്റ്റോക്ക് ചെയ്യാറുമില്ല കേട്ടോ. നോർമലി വരുന്ന കളേഴ്സൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. എന്നാലും നമുക്ക് ആ ഒരു ഷോപ്പിലെ ആൾ നമുക്ക് ആ ഒരു ടൈമായപ്പോക്കിന് ഒപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബോൾസും ടോപ്പറൊക്കെ വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ അങ്ങനെ ഓട്ടോയിൽ ഡെലിവറി ചെയ്യുക ചെയ്തേ. പിന്നെ നമുക്ക് അടുത്ത ദിവസമായിട്ട് നമുക്കൊരു കേക്ക് ചെയ്യാണ്ടായിരുന്നു. ഇത് 1 kg ബട്ടർ സ്കോച്ച് തന്നെ ആയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിനാണ് ഇപ്പോൾ കൂടുതലും കസ്റ്റമേഴ്സ് കേട്ടോ. ആദ്യമൊക്കെ വൈറ്റ് ഫോറസ്റ്റിനായിരുന്നു. ഇപ്പോൾ കൂടുതലും എനിക്ക് കൂടുതൽ മൂവിങ് ഉള്ളത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. നല്ല റിവ്യൂസ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മളടുത്ത് മോഡൽ പറഞ്ഞിട്ടില്ല, നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ സത്യത്തിൽ ഈ കേക്ക് ചെയ്യാൻ നല്ല മൂഡൊന്നും ഇല്ലായിരുന്നു. കാരണം രാത്രി ഉറങ്ങി നീച്ച് ചെയ്യുന്നതാണ് കേട്ടോ. രാവിലെ കൊടുക്കാനുള്ള കേക്കായിരുന്നു. ലേറ്റായി വന്ന ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.